കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 9 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചെന്ന പരാതി. ചാത്തമംഗലത്തെ ലെവൻ അശ്വതി ദമ്പതികളുടെ മകനായ പാർത്ഥിവിനെ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ കൃത്യമായി പരിശോധിച്ചില്ലെന്നാണ് പരാതി. അപ്പൻഡിക്സ് പൊട്ടി ഇൻഫെക്ഷൻ ആയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടിക്ക് ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തേണ്ട അവസ്ഥയുമുണ്ടായി. ചികിത്സാ നിഷേധത്തിനെതിരെ പാർത്ഥിവിന്റെ കുടുംബം ആരോഗ്യവകുപ്പിനും പോലീസിനും പരാതി നൽകി. അവരുടെ 9 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ തേടിയപ്പോൾ അവിടുന്ന് തെറ്റായ വിവരമാണ് ഡോക്ടർമാർ നൽകിയത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഈ 9 വയസ്സുകാരൻ്റെ കുടുംബം തന്നെയുണ്ട്. എന്താണ് സംഭവിച്ചത്? സ്ഥലം ഞങ്ങൾ ചാത്തമംഗലാണ്. ചാത്തമംഗലത്ത് മോന് സുഖമില്ലാതെ ഞങ്ങൾ 19-ാം തീയതി 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഹോസ്പിറ്റലിലെത്തി മോന് ഹെവി പെയിൻ ആയിരുന്നു, വയറുവേദനയായിരുന്നു. അപ്പോൾ നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ എത്തിച്ച് കാഷ്വാലിറ്റിയിൽ പോയി കാണിച്ചപ്പോൾ 2 ലേഡി ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. അവർ എന്താണെന്ന് ചോദിച്ചു ഞങ്ങളോട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വയറുവേദനയാണ്. അപ്പോൾ കുട്ടിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, ലൂസ് മോഷനും ഉണ്ട്. അപ്പോൾ ഇതൊരു രണ്ടും തലേന്നുണ്ട്. ഇപ്പോൾ ലൂസ് മോഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ തലേന്ന് കഴിച്ച ഫുഡിൻ്റെ എന്താണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാധാരണ എല്ലാവരും കഴിക്കുന്ന ഫുഡാണ് കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കുട്ടിക്ക് ഗ്യാസാണ്. അപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നു നമുക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു ഓൾറെഡി യൂറിൻ ടെസ്റ്റ് നടത്തിയോണ്ട് അതിൽ ഇൻഫെക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇനി ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ആ ഡോക്ടറോട് ചോദിക്കുന്നു അപ്പൻഡിസൈറ്റിസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കുട്ടിക്കെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല, ഗ്യാസാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞങ്ങളോട് ഒബ്സർവേഷനിൽ വെയിറ്റ് ചെയ്യുക, നമുക്കൊരു ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനും വേദനേൻ്റെ ഇഞ്ചക്ഷനും എടുക്കാറുണ്ട്. അരമണിക്കൂറിന് ശേഷവും ഇവരവിടെ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞ് വേദന കുറയാത്തപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ മരുന്നിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ 1 അവർ ആകും, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞു കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഒബ്സർവേഷനിൽ വന്നില്ല. ഞങ്ങൾ കുട്ടിയെ കൊണ്ട് അങ്ങോട്ടാണ് ചെന്നത്. അത്രയും വേദന എടുത്ത് കരയുന്ന കുട്ടീനെ കൊണ്ട് അവരെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് USG ഒന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അതുവരെ അവർ വയറ് കിടത്തിയിട്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഗ്യാസാണെന്ന്. അപ്പം ഞങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് അവർ എന്നാൽ USG എഴുതി തരാം, വേറൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് വന്നാൽ എന്നാൽ USG എഴുതി തരാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അത് നേരെ ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ ഇപ്പോഴത്തെ ന്യൂ ബ്ലോക്കായ കാഷ്വാലിറ്റിയിൽ പോയി കുട്ടിക്ക് USG എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി ഇതിൻ്റെ റിപ്പോർട്ട് കാണിച്ചപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് കുട്ടിക്ക് വേദന കുറഞ്ഞിട്ടില്ല. അപ്പോൾ US റിപ്പോർട്ട് നോർമലാണ്, നോ സിഗ്നിഫിക്കൻ്റ് എന്നാണ് എഴുതിയത്. അപ്പോൾ അവിടുത്തെ എന്താണ് അവർ നോക്കിയെന്ന് എനിക്കറിയത്തില്ല. ശരിയായ രീതിയിലാണോ അത് നോക്കിയെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഇവർ തിരിച്ച് വന്ന് നമ്മളോട് പറഞ്ഞു കുട്ടീനെ നോക്കിയപ്പോൾ ഞാൻ പറയുന്നു കുട്ടിക്ക് പെനിസിൻ്റെ ഭാഗം ഭയങ്കര പെയിനാണ്. അപ്പോൾ ആ ഭാഗം എന്താണെന്നറിയണം. അപ്പോൾ അവർ സാധാരണ ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് താഴ്ത്തിയിട്ട് നോക്കണം, അത് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വയറ് ടച്ച് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു അവന് ഗ്യാസാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പാൻറ്റോപ്പിൻ്റെ ടാബ്ലറ്റും ഒരു ഗ്യാസിൻ്റെ ഒരു കുപ്പി മരുന്നും പിന്നെ ഒരു പെയിൻ്റെ ഒരു സൈക്ലോപാം മരുന്ന് 3 മരുന്നാണ് തന്നത്. വീട്ടിൽ പോയിക്കോളാം. വീട്ടിലെത്തിയിട്ടും കുട്ടിക്ക് വേദനയ്ക്ക് ശമനം ഉണ്ടായില്ല. അങ്ങനെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ആ മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു. പിറ്റേന്ന് നമ്മൾ ഉച്ചയായപ്പോൾ വരെ കുട്ടീനെ നോക്കിയപ്പോൾ കുട്ടീൻ്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഡോക്ടറായിട്ടുള്ള വിജയകുമാർ സാർ, റിട്ടയർഡ് പ്രൊഫസർ വിജയകുമാർ സാർ എടുത്ത് കാണിച്ച സമയത്ത് സാറ് പറഞ്ഞത് കുട്ടീനെ എത്രയും പെട്ടെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നടത്തണം, കുട്ടിക്ക് അപ്പൻഡിസൈറ്റിസ് ആണ്. അപ്പോൾ റിട്ടയർഡ് ഡോക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ വേറൊരു ക്ലിനിക് അദ്ദേഹത്തിന് അയാളുടെ വീട്ടിൽ പോയി കണ്ടതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് പറഞ്ഞത് കുട്ടിക്ക് അപ്പൻഡിക്സിൻ്റെ പ്രശ്നമാണ്, അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഇൻഫെക്ഷൻ എത്ര ഉണ്ടെന്ന് നമുക്കറിയണം, അത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം അവർ റിപ്പോർട്ട് നമ്മളെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് ഒരുപാട് ഇൻഫെക്ഷൻ കൂടിപ്പോയിരുന്നു കുട്ടിക്ക്. ഓൾറെഡി അപ്പൻഡിക്സ് പൊട്ടിയിട്ട് ഉള്ളു മുഴുവനും സ്പ്രെഡായിട്ട് നമ്മുടെ കുടലിനും കരളിൻ്റെ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡായി. അതിവർ കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു. എമർജൻസി സർജറി ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ഈ സർജറീൻ്റെ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് എത്തിക്കാനും. നമ്മൾ സ്വകാര്യ ഹോസ്പിറ്റലാണ്, വലിയ ചിലവ് വരും. അപ്പോൾ അതിന് ഞങ്ങൾ പക്ഷേ അന്നേരം നോക്കി ഞങ്ങളുടെ കുട്ടീൻ്റെ ജീവനാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിറ്റാക്കി. ഈ ഡോക്ടർ തന്നെ ഒരു KMCട്ടിലെ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ച് വരുത്തുകയും ആ ഡോക്ടർ തിരക്കായിട്ട് കൂടി ഞങ്ങളുടെ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തി. എന്നിട്ട് അന്നത്തെ ആ സ്പോട്ടിൽ തന്നെ 10:30 ആയപ്പോൾ സർജറി നടന്നു. കുട്ടി റിക്കവറായി. ഇപ്പോഴും കുട്ടിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് അത് റിക്കവറായി വന്നിട്ടില്ല. അത് ഓൾറെഡി സ്പ്രെഡായതുകൊണ്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡായതുകൊണ്ട്. പാർത്ഥിവിന് എത്ര കാലമായി ഈ വേദന? 3 ദിവസമായിട്ടുള്ളൂ.
3 ദിവസമായി. അപ്പോൾ ആ 3 ദിവസത്തിലാണ് നമ്മൾ കോളേജിൽ ഈ കോളേജിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹെവി പെയിനുള്ള കുട്ടിക്ക് ഇവർ അത്ര റിസ്ക് ആണ്. അവർ ഒരു ദിവസമെങ്കിലും അഡ്മിഷനാക്കി സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഇവർ ചെയ്യണമായിരുന്നു. അനാസ്ഥയാണ് ഇവരത് കാണിച്ചത്. ഇത്രയും വേദന നിൽക്കാത്തപ്പം ഇവർ അത് സീനിയർ ഡോക്ടർ ആരെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ല. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങി തിരിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കൊരു വേറൊരു ഫിനാൻഷ്യൽ അതൊന്നും അല്ല. ഇനിയൊരു കുട്ടികൾക്ക് ഒരു അനാസ്ഥ മൂലം ഒരു കുട്ടികളും ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് വന്നെത്താൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. നിങ്ങൾ നിലവിലിപ്പോൾ എന്താണ് ചെയ്തത്? DMOയെ കണ്ടു, പരാതി കൊടുത്തു, ഇനിയിപ്പോൾ തുടർ നടപടികൾ? DMOനെ കണ്ട് ഇനിയിപ്പോൾ DMOൻ്റെ അടുത്ത് പോയി. ഇപ്പം ഞങ്ങൾ കളക്ടർ മാമ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ADMന് പരാതി ഫോർവേഡ് ചെയ്ത് സൂപ്രണ്ടിന് കൊടുത്തു കോളേജിൽ. ഇനിയിപ്പോൾ പോലീസിന് ഒരു പരാതി കൊടുക്കണം, മെഡിക്കൽ കോളേജ് പോലീസിന്. പിന്നെ ഇല്ല, അതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. നഷ്ടപരിഹാരത്തിൻ്റെ അന്നും അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇനിയുള്ളൊരു കുട്ടികൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാകരുത്. ഒരു ജീവനും ഇങ്ങനത്തെ ഒരു അനാസ്ഥ മൂലം ഒരു കുട്ടികളും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കുട്ടികളെ ഒന്ന് കെയർ ചെയ്യുന്നതിൽ ഇത്തിരി കുറവ് കോളേജിൽ നിന്ന് വന്നെന്നുള്ളത് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് ഞങ്ങൾക്ക് വേറെ ഒരു പബ്ലിസിറ്റിക്ക് ഒന്നും അതൊന്നുമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വന്ന ഒരു അനാസ്ഥയും ഒപ്പം തന്നെ ജാഗ്രതക്കുറവും ഒരു കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എത്രമാത്രം ഗുരുതരവും ഗൗരവകരമാക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കുടുംബം വിവരിക്കുന്നത്. ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴും ഇവർ പറയുന്നു ഇത് മറ്റൊരു നഷ്ടപരിഹാരത്തിനോ മറ്റൊന്നിനും വേണ്ടിയല്ല, അതിനപ്പുറത്ത് ഇനിയൊരു കുട്ടിക്കും ഈ ഗതി വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.